100 കിലോയ്ക്ക് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ കേട് മാറി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. തീറ്റ തിന്നും വെള്ളം കുടിക്കും എന്നൊക്കെ നല്ല കുഞ്ഞുങ്ങൾ. അതാകുമ്പോ ചത്തു പോകുന്നിടത്ത് മേടിക്കേണ്ട കാര്യം. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസമെങ്കിലും ആയതിന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഇത് മുറഫാം ഉദ്ദേശിക്കുന്ന നാടൻ കുട്ടികളാണോ അതോ മുറ? നമ്മള് ഹരിയാനയിൽ നിന്നുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികളെ എരുമക്കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പാല ഏറ്റുമാനൂർ റൂട്ടിൽ 400 മീറ്റർ അകത്തേക്ക് വരുമ്പം ഇവിടെ ചേർപ്പുങ്കൽ മുറഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നല്ലതരം പോത്തിൻ കുട്ടികളെ കിട്ടുന്ന ഒരു ഫാമാണ്. അപ്പം വളർത്താനൊക്കെ മാംസോൽപാദനത്തിനൊക്കെ ആവശ്യം ഏറി വരികയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആഭ്യന്തര വിപണിയിൽ മാംസോൽപാദനത്തിന് ഏറ്റവും നല്ല പോത്ത് വാങ്ങാനും അതേപോലെ വളർത്താനും ഒക്കെ ആയിട്ട് നല്ല ചോയ്സ് കിട്ടുന്ന ഒരു ഫാം കൂടിയാണ് ചേർപ്പുങ്കൽ മുറഫാം. ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഈ ചേർപ്പുങ്കൽ മുറഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ജിബിനാണ്. അപ്പൊ ജിബിനോട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ജിബിന്, ഇവിടെ ആവശ്യക്കാരെ ഏറ്റവും കൂടുതൽ വരുന്നത് കൂടുതലും എങ്ങനത്തെ കുട്ടികളെ തപ്പി തന്നെയാണോ അതോ? നമുക്ക് കൂടുതലും കുട്ടികളെ തന്നെ നോക്കിയാണ് ആൾക്കാർ വരുന്നത്. ചേർപ്പുങ്കൽ മുറഫാമില് നിങ്ങളിപ്പം എത്ര മാസം പ്രായമായ കുട്ടികളെയാ നമ്മള് വിൽക്കാനായിട്ട്? നമ്മള് കൊണ്ടിരുന്നത് ഒരു 6 മാസം തൊട്ട് മുകളിലോട്ട് പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് കേട് മാറിയ കുഞ്ഞുങ്ങള്. തീരെ ചെറുത് മേടിക്കുമ്പം എല്ലാരും നോക്കുമ്പോ ആദ്യം പൈസയുടെ കുറവ് നോക്കും, തീരെ ചെറിയ കുഞ്ഞിനെ നോക്കുമ്പോ. ഈ 5-6 മാസം എന്നൊക്കെ പറയുമ്പോ എത്ര കിലോ ഏകദേശം? 5-6 മാസം ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 100 കിലോ 110 കിലോ ഒക്കെ റേഞ്ച് തൂക്കമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അത്രയും വരുന്നുണ്ട്. നമ്മൾ ആദ്യം ചെറിയ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയായിട്ട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ, പനി പോലുള്ള അസുഖങ്ങൾ കയറി പിടിക്കും. അന്നേരം ഈ മേടിക്കുന്ന ആൾക്കാരുടെ പൈസ പോകും. അങ്ങനെയൊക്കെയാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ. അതാകുമ്പോ 100 കിലോയ്ക്ക് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ കേട് മാറി അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. തീറ്റ തിന്നും വെള്ളം കുടിക്കും എന്നൊക്കെ നല്ല കുഞ്ഞുങ്ങൾ. അതാകുമ്പോ ചത്തു പോകുന്നിടത്ത് മേടിക്കേണ്ട കാര്യം. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസമെങ്കിലും ആയതിന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് മുറഫാം ഉദ്ദേശിക്കുന്ന നാടൻ കുട്ടികളാണോ അതോ മുറ? നമ്മള് ഹരിയാനയിൽ നിന്നുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികളെ എരുമക്കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതാകുമ്പോ നമ്മള് പക്കാ ബ്രീഡ് മുറ എന്ന് നമ്മൾ പറയുന്നില്ല. ഹരിയാനയിൽ നിന്നുള്ള വളർച്ചയുള്ള പോത്തുംകുട്ടികളും എരുമക്കുട്ടികളും. നമ്മൾ ഈ 3 വർഷമായിട്ട് ചെയ്തിട്ട് ഇന്നവരാരും വളർന്നിട്ടില്ല എന്നൊരു കംപ്ലൈന്റ് ആയിട്ട് ഇതേവരെ വന്നിട്ടില്ല. നമ്മള് ഇതുവരെ പോയിട്ടുള്ളത് ഈ കുഴപ്പങ്ങളില്ല, നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഫാമിൽ നിന്ന് കുട്ടികളെ മേടിച്ചോണ്ട് പോകുന്നവർക്ക് അതിന്റെ തീറ്റക്രമം, അതിന്റെ ഒരു വളർച്ചാ നിരക്കൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മള് ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരുടെ കൂടുതലായിട്ടും പറയുന്നത് ലോ കോസ്റ്റിൽ തന്നെ ചെയ്യാവുന്ന തീറ്റകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചാക്ക് ഗോതമ്പിന്റെ തവിട് മേടിക്കുവാണെങ്കിൽ 1250 രൂപ അടുത്ത് വിലയാ 50 കിലോയുടെ. ആ സ്ഥാനത്ത് ചോളത്തിന്റെ തവിട് കിട്ടും. അതാകുമ്പോ ഒരു 600 രൂപ 700 രൂപ പരിപാടി നിൽക്കും. അതാകുമ്പോ പോത്തിന്റെ ശരീരത്തിനും നല്ലതാണ്, പൈസയും കുറവുണ്ട്. പിന്നെ സാധാരണക്കാരാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അവർക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഒരു ഇതായിട്ട് കഴുകി വേവിച്ച് പോത്തിന് കൊടുക്കുവാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ചോറ് വെച്ച് കൊടുത്താലും നല്ലതായിരിക്കും പോത്തുകൾക്ക് പൊതുവെ. പിന്നെ നല്ല രീതിക്ക് പച്ചപ്പുല്ലിന്റെ ലഭ്യത അനുസരിച്ച് തീറ്റയും കൊടുക്കുക. പിന്നെ വൈകുന്നേരം ഒരു നേരം നല്ലപോലെ കുടിയും കൊടുത്തു കഴിഞ്ഞാൽ ഈ പോത്തുകൾ ശരിക്കും വളരും. അല്ലാതെ മുറയാണെന്ന് പറഞ്ഞ് പറമ്പിൽ കൊണ്ടേ കിട്ടിയാൽ പോത്ത് വളരത്തില്ല. വഴിയിലേക്ക് എത്തിക്കേ, റോഡിലോട്ട് എത്തി. പൂർണ്ണമായിട്ടും കേട് തീർന്ന കുട്ടികളെയാണ് ഈ ഫാമിലിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വസ്തമായിട്ട് നമുക്ക് പോത്തും കുഞ്ഞുങ്ങളെ വാങ്ങുവാനായിട്ട് ഒരു ചോയ്സാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്നുള്ള ജിബിൻ. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ അകത്ത് ഈ പോത്ത് വളർത്തൽ രംഗത്തേക്ക് വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ജിബിൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു ഗുണപാഠമാണ്. കാരണം നമുക്ക് ഈ രംഗത്ത് പരാജയവും വിജയവും എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമ്മള് പൊതുവെ പോത്ത് വളർത്തലിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്ന എല്ലാ കർഷകരോടും പറയാനുള്ളത്, ഒന്ന്, വിശ്വസനീയമായ ഫാമുകളിൽ നിന്ന് മാത്രം പോത്തുകുട്ടികളെ എടുക്കുക.
അല്ലാതെ വല്ലപ്പോഴും പോത്തുകളെ കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്നും എടുത്ത് കബളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോത്ത് വളർത്തൽ നഷ്ടമാണ്. അത് ഒന്നാമത്തെ ഘടകമാണ്. നല്ല പോത്തുംകുട്ടികൾ, അതായത് നല്ല ഇടനീളവും കാൽപ്പൊക്കവും നീളവുമുള്ള പോത്തുംകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മീറ്റ് കയറത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ മീറ്റിന്റെ പർപ്പസിന് വേണ്ടിയാണ്. എത്രമാത്രം നീളവും പൊക്കവും ഉണ്ടോ അതനുസരിച്ച് പോത്തിന് മീറ്റ് കിട്ടും, മീറ്റ് കയറും ശരീരത്ത്. പിന്നെ പോത്തുകളെ കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ നാട്ടിലെ തീറ്റകൾ ശരിക്കും തിന്ന് പഠിക്കാത്തതാണ് ഈ പോത്തുകൾ. കുറേശ്ശെ നമ്മുടെ നാട്ടിലെ തീറ്റകൾ കൊടുത്ത് പഠിപ്പിക്കുക, വെള്ളം കുടിപ്പിക്കുക. പിന്നെ ഇതുങ്ങൾക്ക് 45 ദിവസം കൂടുമ്പോൾ തൊട്ട് വിരഗുളികയും കൊടുക്കുക. എല്ലാ 45 ദിവസത്തിലും വിരഗുളിക കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ പോത്തുകൾക്ക് ഇപ്പൊ മഴക്കാലം വരുന്ന പൊതുവെ ഈ മഴക്കാലത്ത് തുറസായ സ്ഥലത്ത് കെട്ടി സ്ഥിരം മഴ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് പോത്തിന് പനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പടുത കെട്ടിയിട്ട് അതിന്റെ അടിയിൽ കെട്ടുന്നതായിരിക്കും ഉചിതം. പിന്നെ വരുന്നത്, നമ്മൾ പോത്തുംകുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ചു കാണിക്കുക. പോത്തുകുട്ടികൾ പല സ്റ്റേറ്റിൽ നിന്നും വരുന്നതാണ്. അപ്പം ഡോക്ടർ കണ്ട് അതിന് വേണ്ട പ്രിവെന്റേഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ലതായിരിക്കും പോത്തുകുട്ടികളെ. പിന്നെ പോത്തുകുട്ടി വളർത്തി നഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, 2-3 പോത്തുകളെ മേടിച്ച് പോത്ത് വളർത്തൽ എളുപ്പകരമായ ഒരു കൃഷിയാണെന്നുള്ള തെറ്റിദ്ധാരണ പുറത്ത് മേടിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ്. ഈ 3-4 പോത്തുകളെ മേടിച്ച് നല്ല രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ ബഡ്ജറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ മെച്ചം കിട്ടും. ലോ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചക്കറിക്കടയിലെ പച്ചക്കറിയുടെ വേസ്റ്റ് വരുന്നത്, നമ്മുടെ വീടുകളിലെ കാടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ 0 ബഡ്ജറ്റിൽ തന്നെ പോത്ത് വളർത്തൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ നമ്മുടെ ഫാമിൽ നിന്നും പോത്തുംകുട്ടികളെ മേടിച്ചുകൊണ്ട് പോകുന്ന കർഷകർക്ക് നമ്മൾ ബൈബാക്ക് സ്കീം കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പെരുന്നാളിന്റെ സമയം അതിന്റെ പേര് നമ്മൾ പെരുന്നാളിന് ആവശ്യമുള്ള പോത്തുകളെ നമ്മുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയ കുഞ്ഞുങ്ങളെ നമ്മൾ പെരുന്നാളിന്റെ ആവശ്യത്തിന് കച്ചവടത്തിന് വേണ്ടി അവരുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അതൊരു 300 കിലോയിലും ലൈവ് വെയിറ്റിലുള്ള കുട്ടികളെയാണ് നമ്മൾ പോത്തുകളെ എടുക്കുന്നത്. അല്ലാതെ ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ കൊടുക്കണം, തീറ്റയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ തീറ്റയുടെ അഭാവം കുറവുള്ള ഒരു പോത്ത് വളർത്താൻ നിൽക്കരുത്. നമ്മൾ 300 കിലോ എങ്കിലും ആയിട്ട് ഇറച്ചിയുടെ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പോത്തുംകുട്ടികളെ എടുക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, നമുക്കിവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോൾ ഈ കാണുന്ന കുട്ടികൾ ഒരു 10-30 എണ്ണം തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും അടുത്ത ലോഡുണ്ട്. നമുക്ക് എപ്പോഴും ഓരോ ലോഡ് റണ്ണിങ് കിടപ്പുണ്ട്. ഇവിടെ സാധനത്തിന് ഷോർട്ടേജോ കാര്യങ്ങളോ വരത്തില്ല. ആവശ്യക്കാർക്ക് വിളിക്കുക, ഇവിടെ വരിക, കുട്ടികളെ എടുക്കാം, തൂക്കി എടുത്തുകൊണ്ട് പോകാൻ സൗകര്യമുണ്ട്. വാഹനം ഇല്ലാത്തവർക്ക് വാഹന സൗകര്യം ഇവിടുന്ന് അറേഞ്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഡെലിവറി ഒക്കെ എങ്ങനെയാ? ഡെലിവറി നമ്മൾ ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ഒരു കിലോമീറ്റർ പോകുന്ന വണ്ടി. അത് ഇത്രയാണ് എടുക്കണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല, നമ്മൾ ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ഫ്രീ ഡെലിവറി അല്ല, കിലോമീറ്റർ റേഞ്ച് വണ്ടി വിട്ട് നമ്മൾ കൊടുക്കും, ഏറ്റവും ലോ കിലോമീറ്ററിൽ. ഇവിടെ തന്നെ ആളുകളുണ്ടോ? വണ്ടിയുണ്ട്, ഈ കവരെ തന്നെ ഇഷ്ടം പോലെ വണ്ടിക്കാരുണ്ട്. അവരെ വിളിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഈ കോട്ടയത്ത് വന്നാല് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് കറക്റ്റ് ആയിട്ടൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക്, കോട്ടയത്ത് നിന്നും വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഫാമിലേക്ക് കറക്റ്റ് 25 കിലോമീറ്റർ ഉണ്ട്. അതാകുമ്പോൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ നേരെ ഏറ്റുമാനൂർ വഴി വരുകയും ചെയ്യാം, കഞ്ഞിക്കുഴി വഴി കയറി വരുകയും ചെയ്യാം. കഞ്ഞിക്കുഴി വഴി വരുമ്പോഴത്തേക്ക് മണ്ടകാട് അയർക്കുന്നം കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം വരും. കിടങ്ങൂർ ഒരു സിഗ്നലിൽ നിന്നും വലത്തോട്ട് കിടക്കുന്ന വഴി നേരെ ഒരു 2 കിലോമീറ്റർ വരുമ്പോൾ ചേർപ്പുങ്കൽ, അവിടെയാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ചേർപ്പുങ്കൽ പഴയ ജംഗ്ഷനിൽ നിന്നും ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് സ്ഥിതി ചെയ്യുന്നത്. 400 മീറ്റർ. അതായത് നേരെ കാണുന്നത് ചേർപ്പുങ്കൽ നഴ്സിംഗ് കോളേജാണ്, അതിന്റെ നേരെ ഫ്രണ്ടിലാണ്. പിന്നെ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ വഴി വരും. ഏറ്റുമാനൂർ നേരെ ഏറ്റുമാനൂർ ഹൈവേ വന്നു കഴിഞ്ഞാൽ ചേർപ്പുങ്കൽ വരാം. അവിടുന്ന് വരുമ്പോഴത്തേക്ക് 400 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പോത്തുകളുടെ ഒക്കെ വില, അതായത് ഇപ്പൊ കിലോ റേറ്റ് ആണോ, അതെങ്ങനെയാണ് നിങ്ങൾ അതിന്റെ വില? നമ്മള് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് പോത്തും കുട്ടികൾ വരുമ്പോ 135 രൂപയും എരുമക്കുട്ടികൾ വരുമ്പോഴത്തേക്ക് 150 രൂപ റേഞ്ചിലുമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കിലോ തൂക്കി മെഷീനെ ലൈവായിട്ട് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറുപ്പുങ്കൽ മുറഫാമിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇവിടെ നിങ്ങൾക്ക് വാങ്ങുവാനോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമ്പർ. നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക. അപ്പം നല്ല പോത്തും കുട്ടികളെ തന്നെ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാനും അതുവഴി നല്ല വളർച്ചയുള്ള പോത്തുകളെ നമുക്ക് ആഭ്യന്തര വിപണിയിലേക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇതും ഞാൻ ഈ ഫാമിലേക്ക് വരാൻ കാരണം ഇവരുടെ ഒരു ഡീലിങ്, അതായത് നല്ലൊരു പെരുമാറ്റ രീതിയും സഹകരണവും എല്ലാം ഉണ്ട്. നമുക്ക് വാങ്ങുന്നവർക്ക് ചെറിയ ബിസിനസ് എന്ന രീതിയിലല്ലാതെ നല്ലൊരു സഹകരണം എപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടുകൂടി ഷഹാസ് ഷൈനിങ് ഓഫ്.